നിന്റെ ചേച്ചി കെട്ടാച്ചരക്കായി നിൽക്കുന്നത് ഇവിടെ നിന്ന് നിനക്ക് കിട്ടുന്ന ശമ്പളം അടക്കം ഇവനറിയാം. നീ പറഞ്ഞു കൊടുക്കാതെ ഇവനെ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ? അയ്യോ, അതെനിക്കും അറിയില്ല സർ. കള്ളം പറയുന്ന ഇവളാണ് സാർ. ഓരോ ദിവസവും കൈ കിട്ടുന്ന തുണിത്തരങ്ങൾ ഇവളെടുത്ത് പല സ്ഥലങ്ങളായി ഒളിപ്പിച്ചു വെക്കും. ഈ ബാഗിൽ കൊള്ളാവുന്നത്ര ആയാല് ഇവൾ എന്നെ വിളിച്ചു പറയും. ഞാനിവിടെ വന്നത് എടുത്തോണ്ട് പോകും. അതാണ് പതിവ്. ഇവളെ വിളിച്ചിട്ടാ സാർ ഇന്ന് രാവിലെയും കൂടി ഞാനിവിടെ വന്നത്. ഇതൊന്നും വിശ്വസിക്കരുത് സർ. എന്റെ അച്ഛന്റെ പേരിലോ എന്റെ അമ്മയുടെ പേരിലോ ആരുടെ പേരിൽ വേണേലും ഞാൻ സത്യം ചെയ്യാം. ഇയാള് പറയുന്ന മുഴുവൻ കള്ളോ. ഇവനെ പോലെ ഒരുത്തനെ കൂട്ടുപിടിച്ച് തട്ടിപ്പ് നടത്തി കാശ് സമ്പാദിക്കുന്ന നീ ഒരു ഉളുപ്പില്ലാതെ കള്ളസത്യം ചെയ്യുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഈശ്വര, ഞാൻ എന്ത് പറഞ്ഞ സാറിനെ വിശ്വസിപ്പിക്കേണ്ടത്? നീ ഒന്നും പറയണ്ടേ. നീ എന്തു പറഞ്ഞാലും ഞാൻ മാത്രമല്ല ഇവരാരും വിശ്വസിക്കില്ല. നീ പൂച്ചയെ പോലെ ഇതിനകത്ത് നടന്നത് കട്ടുമുടിക്കാനാണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി. ഇവളീ കമ്പനിയുടെ അടിവേരടക്കം അടിച്ചു മാറ്റിയോന്ന് ഗോഡൌണിൽ പോയി ചെക്ക് ചെയ്യാതാലേ പറയാൻ പറ്റൂ. വാടവിടെ നടക്കാൻ. വാ നടക്ക്. പ്രിയ, ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. നീ വാ. നടക്കടാ അങ്ങട്. അങ്ങനെ ആരും കയറി വരാത്ത സ്ഥലമായി ഈ ഗോഡൌൺ. ക്ലീൻ ചെയ്യാനായിട്ടും തുണിത്തരങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനായിട്ടും ഇവള് മിക്ക സമയവും ഇതിന്റെ അകത്ത് തന്നെയാ. ഇത് ഇവളുടെ സാമ്രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നോക്കിയാ ഇവൾ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതിന്റെ അകത്തായിരിക്കും.